ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ഹനിയും കൂടി ഒരു ഹൽദി ആൻഡ് സംഗീത് നൈറ്റിന് പോയ വിശേഷങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ട്രീറ്റിൽ തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ഹൽദി ആൻഡ് സംഗീത് നൈറ്റ് സെലിബ്രേഷനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളങ്ങനെ വീട്ടിൽ എത്തി. അപ്പം ഞങ്ങളുടെ നെയ്ബേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇത് ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഹൽദിയും മെഹന്തിയും 3 മണിക്കാണ്. പിന്നെ സംഗീത് നൈറ്റ് ആരംഭിക്കുന്നത് രാത്രി 8 മണിക്കാണ്, ലേഡീസ് സംഗീത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മെഹന്തി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഹന്തി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഇതാണ് കല്യാണ പെണ്ണ്, ഐ മീൻ ബ്രൈഡ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ബ്രൈഡിൻ്റെ മെഹന്തി ഫോട്ടോഷൂട്ടൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൽദിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ബ്രൈഡ് ഡ്രസ്സൊക്കെ മാറി വന്നു കഴിഞ്ഞിട്ടാണ് ഹൽദി ആരംഭിക്കുന്നത്. ഇതൊക്കെ ഹൽദിയും മെഹന്തിയും അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയും. പിന്നെ അവരതിൻ്റെ ഇടയിൽ കൂടി പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഇവർ ഹൽദി സെലിബ്രേഷന് ഓൾമോസ്റ്റ് എല്ലാവരും യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഹനീനെ ഞാൻ ഒരു യെല്ലോ മാതിരിയുള്ള ഡ്രസ്സ് ഇടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. അപ്പോഴത്തേക്കും കല്യാണ പെണ്ണും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹൽദിക്ക് വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നുണ്ട്. ഇനിയാണ് ചടങ്ങിലേക്ക് കടക്കുന്നത്. कैमरा रख दो तो नहीं आ रहा। 3 स्टार्ट यस गिराओ डांस करो। അതാ ദീദിക്ക് എന്താ ചെയ്യുന്നത് നോക്കൂ. അങ്ങനെ ഹൽദിയൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഫൈനൽ സെലിബ്രേഷനാണ് നടക്കുന്നത്. ഞങ്ങൾ ഹൽദി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. ഇനി അടുത്തത് രാത്രി സംഗീത് നൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 8 മണിയല്ല 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി അടുത്തുള്ളവരൊക്കെ കൂടി റെഡിയായി സംഗീത് നൈറ്റിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നൈബേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അമ്പാലയിൽ വന്നിട്ട് ഞങ്ങൾ ഇത്രയും ലക്കിയായിരുന്നു, ഞങ്ങൾക്ക് ഇത്ര നല്ല നൈബേഴ്സിനെ കിട്ടി എന്നുള്ളത്. അവരെല്ലാത്തിനും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞങ്ങളെ അവരുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന പോലത്തെ ആൾക്കാരാണ്. അത്രയും ലവ്ലി ആയിട്ടുള്ള നൈബേഴ്സിനെയാണ് ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ എത്തുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു മിനിറ്റ് തന്നെ നടക്കാനില്ല, അത്ര തൊട്ടടുത്ത സ്ട്രീറ്റിലായിരുന്നു. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, സ്നാക്സും സ്വീറ്റായിട്ട് ഗുലാബ് ജാമുനൊക്കെ. ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പക്കോടയും ഗുലാബ് ജാമുനും ചായയൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് തീരുമ്പോഴത്തേക്കും പതുക്കെ സെലിബ്രേഷൻ ആരംഭിച്ചത്. DJ ആണ് മെയിനായിട്ടുള്ളത്. ഹനിക്കാണെങ്കിൽ ഈ പക്കോട വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഹനി അത് കുറേ കഴിച്ചു. ഗുലാബ് ജാമുനും നല്ല ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഹനിക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ കിട്ടിയ സന്തോഷത്തിൽ ഹനി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. സംഗീത് നൈറ്റ് ആരംഭിച്ചപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ സംഗീതത്തിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്, DJ വെച്ച് പാട്ട് വെച്ച് അതിനനുസരിച്ച് ഡാൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാ കല്യാണങ്ങളും വിമൻഹുഡിൻ്റെ സെലിബ്രേഷനാണ്. ഇവർ പറയുന്നത് തന്നെ കാർഡിലൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ലേഡീസ് സംഗീത് നൈറ്റ് എന്നാണ്. അപ്പോൾ വിമൻസിനാണ്, സ്ത്രീകൾക്കാണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജെൻസ് ആക്ച്വലി വരുന്നതും കുറവാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാറാവുമ്പോൾ മാത്രമാണ് ആണുങ്ങൾ സംഗീത് നൈറ്റിനൊക്കെ വരുന്നത്. അപ്പോൾ സംഗീതിലും ഹൽദിക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് തന്നെയാണ് ഇവരുടെ എല്ലാ ചടങ്ങുകളിലും. അങ്ങനെ സംഗീത് നൈറ്റ് ആരംഭിച്ചു. നമുക്ക് കുറച്ച് സമയം ഇവരുടെ ഡാൻസൊക്കെ കാണാം.
അവർ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ വീട്ടിലത്തെ അമ്മൂമ്മ അത് ഡാൻസ് ചെയ്യുന്നവരുടെ തലയിൽ ഒഴിഞ്ഞിട്ട് പൈസ പെൺകുട്ടികൾക്കാണ് സാധാരണ കൊടുക്കുക. അപ്പോൾ ഇവർക്ക് ഹനീനെ നല്ല പരിചയമാണ്. ഹനിയായിട്ട് നല്ല സ്നേഹത്തിലാണ്. സ്കൂളിൽ എപ്പോൾ കാണുമ്പോൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ വിഷ് ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ അവർ പൈസ ഒഴിഞ്ഞിട്ട് ഹനിയുടെ കയ്യിലാണ് കൊടുക്കണത്. അങ്ങനെ ഹനിക്ക് സംഗീതത്തിന് പോയിട്ട് കുറേ പൈസയും കിട്ടി. അവർ ആ തലയിൽ ഒഴിയുന്ന പൈസയൊക്കെ ഹനിക്കാണ് വന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഹനിക്കത് സന്തോഷമായി. അങ്ങനെ കുറച്ച് സമയം ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനിക്ക് വിശന്നു. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. ഇതൊക്കെയാണ് വിഭവങ്ങൾ: സാലഡ്സ്, പൂരി, ദാൽ മഖ്നി, ചന്ന മസാല, റേത്ത, റൈസ്. ഇത്രയായിരുന്നു ഡിന്നറിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് കഴിച്ചു തുടങ്ങി. ഞാനും ഹനിയും പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഒരു സമയത്താണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണ പെണ്ണും വന്നു. അങ്ങനെ അവളും കൂടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് സമയം എല്ലാവരും ബ്രൈഡുമായിട്ട് ചേർന്ന് ഡാൻസ് ചെയ്തു. എന്നാലും ഇവരുടെ എല്ലാ സെലിബ്രേഷൻസും അങ്ങനെ അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസിൻ്റെ. ഇവരുടെ കല്യാണം ആയാലും വേറെ എന്തെങ്കിലും ഫങ്ഷൻ ആയാലും ഫെസ്റ്റിവൽസ് ആയാലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ സംഗീത നൈറ്റ് സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത ദിവസം കല്യാണമാണ്. കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.